മാധ്യമപ്രവർത്തനം പഠിക്കേണ്ടത്. ഞാൻ പറയാം, ഞാൻ മാധ്യമപ്രവർത്തന ആയതുകൊണ്ട് പറയാണ്. നിങ്ങൾ ഇങ്ങ് വന്നിട്ട് നിങ്ങൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനൽ എഴുതി കാണിച്ചു മന്ത്രി വാക്ക് പാലിച്ചില്ല. ഞാൻ ഏത് വാക്ക് കൊടുത്തു? ഏത് ഉത്തരവാദിത്തത്തിലാണ് നിങ്ങൾ എഴുതി കാണിക്കുന്നത്? താങ്കൾ ഫോണിലൂടെ ഞാൻ എന്ത് സംസാരിച്ചു? അതാണ് താങ്കളോട് ഇപ്പോൾ ചോദിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്നോട് സംസാരിച്ചതിന് ശേഷം വേണ്ടേ നിങ്ങൾ എഴുതി കാണിക്കാൻ? ഞാൻ എഡിറ്ററായും മുഖ്യ പത്രാധിപരായും പ്രവർത്തിച്ചിരുന്ന ആളാണ്. നിങ്ങൾ കുട്ടികളല്ലേ, ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ 35 കൊല്ലമായി റിപ്പോർട്ട്, നിങ്ങൾക്ക് 35 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ. താങ്കൾ ഒരു വിഷയത്തിന്റെ സീരിയസ്നെസ് തകർത്ത് കളയേണ്ടത് താങ്കളുടെ എക്സ്പീരിയൻസ് പറഞ്ഞോ എന്റെ പ്രായം പറഞ്ഞോ അല്ല. ആയിക്കോട്ടെ, ഞാൻ ആ തർക്കത്തിനില്ല. ഞാൻ ഈ റിപ്പോർട്ടർ ചാനലില് ഞാൻ എന്ത് പറയണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? റിപ്പോർട്ടർ ചാനലിന്റെ ആദ്യത്തെ ഇതിനകത്ത് എന്നെ വിളിച്ചിരുന്നു ക്ലാസ് എടുക്കാനായിട്ട്. ഫസ്റ്റ് നിങ്ങളെന്നില്ലാന്ന് തോന്നുന്നു തുടങ്ങിയത്. ഇങ്ങനെയല്ല ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളെന്താ ഈ പോലീസ് സ്റ്റേഷൻ ചോദിക്കുന്ന പോലെയാണോ ഉത്തരവാദപ്പെട്ട ആളോട് ചോദ്യം ചോദിക്കുന്നത്? നിങ്ങളെന്താ കരുതിയ ഞങ്ങൾ നിങ്ങളുടെ ഒരു പരിധാരണയിൽ ജീവിക്കുന്നവരാണെന്നാണ്? അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യത്തിന്റെ രീതിയുടെ സ്വഭാവവും നിങ്ങളുടെ ടോണും എന്താ? പോലീസ് സ്റ്റേഷൻ ചോദിക്കുന്ന പോലെയാണ് ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത്? അങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത്? അപ്പൊ അത് വേണ്ട. നിങ്ങളിപ്പോൾ എഴുതി കാണിക്കുകയാണ് നിങ്ങൾ രാവിലെ. അത് ചിലപ്പോൾ എന്നെ വിളിച്ച് കിട്ടിയില്ലാന്ന് പിന്നെ ചിലത് പറഞ്ഞു ആയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് രീതി വേണ്ടേ? ഈ പുതുതലമുറ, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഈ കാര്യം വരെ നിങ്ങൾ നോക്കിയാൽ മതി. ഇതനുസരിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് രണ്ടിനും നിർവചനം കിട്ടും. ഇതിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയല്ലേ, പിന്നെന്താ വേണ്ടേ?